ബ്ലാക്ക് ക്ലവർ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. ആ വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇപ്പോൾ 441 സബ്ബായിരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഹായ് ഇടുന്ന 3 പേരെ ഞാൻ മെൻഷൻ ചെയ്യുമെന്ന്. എന്നാൽ അത് 3 അല്ല 5 ആണ്. ഒന്ന് സിമി RB, അനസ് PT, പ്രോ ഗെയിമർ, മുഹമ്മദ് സാലിഹ്, ഐഷ റാണ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ കാണിക്കുന്ന എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഹാപ്ഷസ് പറയുകയാണ്, മിസ് ലില്ലി എനിക്ക് ഇത്തിരി വെള്ളം എടുത്ത് തരാമോ? അങ്ങനെ ലില്ലി വെള്ളം എടുക്കാൻ പുറത്തോട്ടേക്ക് പോവുകയാണ്. പുറത്തോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ സാലിം അവൾക്കൊരു കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തണുക്കാതിരിക്കാനായിട്ട്. അങ്ങനെ അവൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നടന്നു വരുന്ന ടൈമിലാണെങ്കിലോ പുറകിൽ നിന്നൊരു കൈ വന്നിട്ട് അവളെ പൊത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ഇവരെല്ലാവരും ഞെട്ടിപ്പോവും. എന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂണോ ഓടി അവളെ തപ്പി പോകും. ചെന്ന് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഒരു മൺകലം പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണും. അങ്ങനെ അവരെല്ലാവരും കൂടി ഓടി അവിടെ എത്തും. അപ്പോൾ ലൂണറ്റ്സിൻ്റെ കയ്യിൽ പെട്ടെന്ന് ഒരു സാധനം തടയും. അത് വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ ഒരു ഫൈറ്റ് കണ്ടില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, അതിലൊരു ലോക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ലൂണറ്റ്സ് പറയും, ഇത് അവർ അണിഞ്ഞത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറയും. സാലിം പറയും, ഓ അതെങ്ങനെ? അതായത് അവരെൻ്റെ റോബ് തപ്പിയാണ് വന്നത്. നേരത്തെ സാലിം അവൾക്കൊരു റോബ് ഇട്ട് കൊടുത്തില്ലേ, അത് റോബായിരുന്നു, ഞാൻ ജാക്കറ്റ് എന്ന് തെറ്റായിട്ട് പറഞ്ഞു. ഓ എനിക്ക് പകരം ലില്ലിയാണ് അകപ്പെട്ടു പോയതെന്ന് അവൻ ചിന്തിക്കും. ഒരു പ്രശ്നമില്ല, ഞാൻ അവളെ തീർച്ചയായിട്ടും രക്ഷിക്കും എന്ന് യൂണോ പറയുകയാണ്. അപ്പോൾ ലൂണറ്റ്സ് പറയും, ഇല്ല, നമ്മളിപ്പോൾ വേറൊരു മിഷനാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും പറ്റത്തില്ല, നമുക്ക് ഈ മിഷൻ എങ്ങനെയെങ്കിലും തീർക്കണം. യൂണോ നീ എൻ്റെ കൂടെ വന്നാൽ മതി. അപ്പോൾ വെർമില്യൻ പറയും, പക്ഷേ സാർ അത് പിന്നെ അപ്പോൾ നീ ഇതിലിടപെടണ്ട, കാരണം നമ്മുടെ മിഷനാണ് നമുക്ക് മുഖ്യം എന്ന് പറയും. അപ്പോഴത്തേക്ക് അവളും പറയും, ഓക്കെ സാർ. പക്ഷേ യൂണോ പറയും, പറ്റത്തില്ല, ഞാൻ വരില്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ യൂണോ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തനെ കാണും. അവനാണെങ്കിൽ യൂണോൻ്റെ നേരെ അറ്റാക്ക് ചെയ്യും. അതെല്ലാം അവൻ ഡോഡ്ജ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു അറ്റാക്കും കൂടി യൂസ് ചെയ്തിട്ട് ഇവനെ അങ്ങ് കൊന്നിടും. എന്നിട്ട് പറയും, ഓ ഒരുത്തനെ കൊന്നു, ഇനി 4 പേരും കൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകും. അവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ പെട്ടെന്ന് ഒരുത്തൻ അവനെ വാട്ടർ വെച്ചിട്ട് കെട്ടിയിടും. അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ട് അവനെയും കൊന്നിട്ടിടും. എന്നിട്ട് പറയും, ഓക്കെ 2 പേരായി. അതിനുശേഷം യൂണോ വീണ്ടും നടക്കുകയാണ്. അവിടെ കുറേ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അവൻ ഇത് ആരുടെയൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഒരു ബ്ലേഡ് അവൻ്റെ സൈഡിൽ കൂടെ പോകും. ജസ്റ്റ് മിസ് അവൻ ചത്തില്ല. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഒളിച്ച് മാറിയിട്ട് ഒരു മരത്തിൻ്റെ പുറകെ ഒളിച്ചിരിക്കും. ഇത്രയും നേരം അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നവൻ അവൻ കാണും. അങ്ങനെ അവിടെയും ഒരു ഫൈറ്റ് നടക്കും. അതിനുശേഷം എപ്പോഴത്തെയും പോലെ തന്നെ യൂണോ തന്നെ ജയിക്കും. എന്നിട്ട് പറയും, ഓക്കെ 3 പേര് കഴിഞ്ഞു, ഇനി 2 പേരും കൂടി. ശേഷം അവൻ കുറച്ച് ദൂരത്തായിട്ട് ഒരു വെട്ടം കാണുകയാണ്. അവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ സിസ്റ്ററിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. സിസ്റ്ററിന് പാതി ബോധമേ ഉള്ളൂ. അപ്പോഴേക്കും സിസ്റ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഒരാൾ പറയും, അവിടെ നിൽക്കി, നിനക്ക് നിൻ്റെ സിസ്റ്ററിൻ്റെ മുഖത്ത് തീ കൊണ്ട് പൊള്ളുന്നത് കാണണോ എന്നയാൾ പറയുകയാണ്. അതിൻ്റെ പുറകിലാണെങ്കിൽ ഒരുത്തൻ ഒളിച്ചു നിൽപ്പുണ്ട്. യൂണോ ആണെങ്കിൽ അവിടെ നിന്നിട്ട് എന്തോ ആലോചിക്കുകയാണ്. അതൊരു പാസ്റ്റായിരുന്നു. അപ്പോൾ ആ പാസ്റ്റിലാണെങ്കിൽ കാണിക്കുന്നത് സിസ്റ്ററും 2 പിള്ളേരും, അതായത് ആസ്തയും യൂണോയും കൂടെ ലോണ്ട്രി പണിയൊക്കെ ചെയ്യുന്നതാണ്. അതായത് തുണി അലക്കുകയാണ്. അപ്പോൾ യൂണോ ആണെങ്കിൽ മാജിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് തുണി അലക്കുന്നത്. അത് കണ്ടിട്ട് സിസ്റ്റർ കുറേ നല്ലതൊക്കെ പറയും, നീ എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെ. അതിനുശേഷം വീണ്ടും പ്രസൻറ്റിലോട്ടേക്കാണ് വരുന്നത്. അപ്പോഴാണെങ്കിൽ സിസ്റ്ററിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കും, നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിൻ്റെ ഗ്രിമോയർ എനിക്ക് തരാൻ പറയും. അപ്പോൾ യൂണോ ചോദിക്കും, നീ ആ ഗ്രിമോയർ വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ അവൻ പറയും, ഒന്നെങ്കിൽ അതിനെ നശിപ്പിക്കും, അതും അല്ലെങ്കിൽ വിൽക്കും. അപ്പോൾ യൂണോ ചോദിക്കും, അത് ഞാൻ തന്നില്ലെങ്കിലോ? അപ്പോൾ അവൻ പറയും, എങ്കിൽ നീ എൻ്റെ സിസ്റ്ററിനെ ഞാൻ കൊല്ലും. അപ്പോൾ അവൻ ചോദിക്കും, ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാനിത് തരാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന്, നീ എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും, ഞാൻ അറ്റാക്ക് ചെയ്യില്ല. പിന്നെ ആരാണെന്ന് ചോദിക്കുന്ന അതേ ടൈമിൽ തന്നെ പുറകിൽ നിന്ന് ഒരാൾ വരും. അത് വേറെ ആരുമല്ല, ക്ലോസ് ആണ്. ക്ലോസ് ഒരു മാജിക് യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് സ്റ്റീൽ ക്രിയേഷൻ മാജിക്, ഫിയർ സ്പിയർ ലാൻസ്. ആ ഒരു മാജിക് യൂസ് ചെയ്തിട്ട് അവനങ്ങ് അടിച്ചിടും. അങ്ങനെ അവന് തീർന്നു. ശേഷം മിമോസ് ചെന്നിട്ട് ലില്ലിയെ സഹായിക്കും. അതിനുശേഷം ക്ലോസ് പറയുകയാണ്, ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും, നീ എന്തിനാണ് നിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അപ്പോൾ യൂണോ പറയും, ഇല്ല തീർന്നിട്ടില്ല, ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ലൂണറ്റ്സ് പറയും, എന്താ അവൻ പറന്നു പോയാടാന്ന് ചോദിക്കും. അപ്പോൾ യൂണോ പറയും, എന്തിനാണ് നിങ്ങളിപ്പോൾ വന്നത്, കാരണം പറയാൻ പറയും. അപ്പോൾ അവൻ പറയും, വേറൊന്നുമല്ല, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവർ സാലിമിനെ തപ്പിയല്ല വന്നത്, നിൻ്റെ പുറകെയായിരുന്നു എന്ന്.
ഇതെല്ലാം സാലിം റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിൽ ചെയ്തതാണ്. ഇതെനിക്ക് മനസ്സിലാകാൻ കാരണം വേറെ ആരുമില്ല, മിമോസ തന്നെയാണ്. അവളുടെ പ്ലാൻ ക്രിയേഷൻ മാജിക്കിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിനുശേഷം അവൻ ചോദിക്കും, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെയാണെന്ന്? അപ്പോൾ ക്ലോസ് പറയും, അതിന് സഹായിച്ചത് മിമോസയുടെ മാജിക് ആണ്. അപ്പോൾ യോണ പറയും, ഓ താങ്ക് യു. അപ്പോൾ ആ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സാലിം പറയും, എടാ ഞാൻ റിവെഞ്ച് എടുക്കൂടാന്ന് പറയും. അപ്പോഴത്തേക്കാണെങ്കിൽ ക്ലോസ് ഒരു ചൂടായിട്ട് പറയും, നിനക്ക് റിവെഞ്ചാ? നീ എത്രയൊക്കെ കിട്ടിയാലും പഠിക്കത്തില്ലടാ. ഞങ്ങളുടെ ക്യാപ്റ്റൻ വില്യം വെഞ്ചിൻസ് ഇവനെ തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഇവന് ഇത്രയ്ക്കും ടാലൻ്റ് ഉള്ളവനായതുകൊണ്ടാണ്. നിനക്കൊരിക്കലും ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നൊരു ക്ലോസ് ചോദിക്കും, ഇവനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ റോയൽ ക്യാപിറ്റലിലോട്ടൊക്കെ അയക്കണോ? അപ്പോൾ ഇവനെ പറയും, വേണ്ട, ഇപ്പോൾ നമുക്ക് വിട്ടേക്കാം. നമുക്കൊരു ചാൻസും കൂടി ഇവർക്ക് കൊടുക്കാം. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഇവരിതുപോലത്തെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഞാൻ കൊല്ലും. ശേഷം ക്ലോസ് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായോ? ഇനി മേലാൽ ഈ പണിയൊന്നും ചെയ്തു പോരുത്. അഥവാ ചെയ്താൽ നിങ്ങളെ എല്ലാവരെയും ഒരു വക വരുത്തും. അപ്പോൾ സാലം ചാടി എഴുന്നേറ്റിട്ട് പറയും, എടാ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ലടാ, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഗ്രിമോയർ എടുക്കും. അപ്പോഴത്തേക്കാണെങ്കിൽ സിസ്റ്റർ ലില്ലു ഒരു ഇടിയും കൊടുക്കും. ആ ഇടി കൊണ്ടിട്ടാണെങ്കിൽ അവൻ അവിടെ തെറിച്ച് നിന്നിട്ട് മരത്തിന് ഉമ്മ കൊടുത്ത് കിടക്കും. അപ്പോൾ ലില്ലു പറയും, നിനക്ക് നാണമില്ലല്ലോടാ, ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചിട്ടില്ലല്ലേടാ എന്ന് പറഞ്ഞിട്ട് കുറേ ചൂടാവും. അപ്പോൾ ക്ലോസ് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവനെവിടെയെന്ന്? അപ്പോൾ അവർ പറയും, അത് പിന്നെ ഞങ്ങൾക്കറിയില്ലാന്ന്. ശേഷം ഒരുത്തനെ കാണിക്കുകയാണ്, അവരാ കൂട്ടത്തിലുണ്ടായിരുന്ന പോലെയാണ്. പെട്ടെന്ന് അവിടെ നിന്നൊരു പ്രകാശം വരും, എന്നിട്ട് അവൻ്റെ രൂപം മാറും. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ വിസാർഡ് കിങ് ആണ്. വിസാർഡ് കിങ് ഇത്രയും നേരം ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. അവനാണെങ്കിൽ നേരത്തെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു വിസാർഡ് കിങ്. അവിടെ ഇങ്ങനെ തമാശ കിടക്കുമ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് മറ്റേ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ച ഒരുത്തനില്ലേ, അവനാണെങ്കിൽ ഉച്ചത്തിൽ അലറും. എന്നിട്ട് പറയും, എന്തുവാണോ താൻ ഇവിടെ കാണിക്കുന്നത്? നിങ്ങളൊരു വിസാർഡ് കിങ് അല്ലേ, നിൻ്റെ ജോലി ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാകും. അപ്പോൾ ഇവിടെ ചർച്ചിലാണെങ്കിൽ എല്ലാവരും ഹാപ്പി, സിസ്റ്റർ ലില്ലീനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ കരഞ്ഞും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് വില്യം വെഞ്ചിൻസിനെ അവർ 3 പേരെയാണ്. അവിടെ വെച്ചിട്ട് വില്യം വെഞ്ചിൻസ് പറയും, അങ്ങനെ നമ്മളൊരു മിഷൻ കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു, നമുക്കൊരു സ്റ്റാറും കൂടി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ക്ലോസ് പറയും, നല്ല കാര്യം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സ്റ്റാർ കിട്ടാനും മാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്ന്. എന്നിട്ട് അവൻ ക്യാപ്റ്റനോട് ചോദിക്കും, താങ്കൾക്ക് നേരത്തെ അറിയാമായിരുന്നോ ഇവൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സാലിം? അപ്പോൾ വില്യം വെഞ്ചിൻസ് പറയും, അതെ എനിക്കറിയാമായിരുന്നു, എനിക്കെല്ലാം അറിയാമായിരുന്നു. എനിക്കിതിന് മുമ്പേ ഇങ്ങനത്തെ ഒരു മിഷൻ വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിതിനാണ് ഏൽപ്പിച്ചത്. പിന്നെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന 2 പുതിയ പേരും അവർ അടിപൊളിയാണ്. നിങ്ങൾ 2 പേരും ശരിക്കും കഷ്ടപ്പെട്ടിരിക്കുന്നു. യൂണോ, മിമോസ, നിങ്ങൾ 2 പേരും അടിപൊളിയാണ് എന്ന് ക്ലോസ് ചിന്തിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബ്ലാക്ക് ബുൾ സ്ക്വാഡിനെയാണ്. അവിടെ ആസ്തയാണെങ്കിൽ ഇവർക്ക് സ്റ്റാർ കിട്ടിയ വിവരം പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മളങ്ങനെ തോക്കാൻ പോവുകയാണെന്നൊക്കെ ചിന്തിക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ പറയും, നമ്മൾ അത്രയ്ക്ക് കുറവൊന്നുമല്ല, അവർക്ക് നേരത്തെ നമ്മളെക്കാട്ടിലും 100 കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ 101 കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നോയിൽ പറയും, എന്തുവാടോ താനിങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ വയ്യ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ ആസ്ത അവിടെ കിടന്ന് അലറും. എന്നിട്ട് പറയും, ഞാൻ ഒരിക്കലും യൂണോ നിന്നെ ജയിക്കാൻ വിടത്തില്ല എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന വിസാർഡ് കിങ്ങിനെയാണ്. അയാളവിടെ സമാധാനിച്ചിരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് എന്നത്തെയും പോലെ തന്നെ മറ്റേവൻ വന്നിട്ട് ശല്യപ്പെടുത്തും. എന്നിട്ട് പറയും, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ വിസാർഡ് കിങ് പറയും, അത് ശരി, എങ്കിൽ നമുക്ക് അവരെ വിടാമെന്ന്. അപ്പോൾ അവൻ ചോദിക്കും, അവരോ, അതാരാണെന്ന്? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുമാത്രമല്ല, ഞാൻ കുറേ ലേറ്റായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എൻ്റെ ഫോൺ ഭയങ്കര ഹാങ്ങാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്നതിലും അധികം ഹാങ്ങാണ്. ഞാനിതിപ്പോൾ എത്രയാണോ ദിവസങ്ങൾ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരുന്നതിന് വരെ ഗുഡ് ബൈ.